Hello, everyone, and welcome. My name is Sida, and I'm so excited to be your guide for this journey through postcolonial literature. And today marks the beginning of our exploration through rich and diverse postcolonial writing. And now, let's get started with postcolonial literature introduction. And in this introduction part, ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കോണ്ടന്റും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു പോകും. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ബി ഓൾസോ ഡീലിംഗ് വിത്ത് സം കീ ടേംസ്. കീ ടേംസ് റിലേറ്റിംഗ് ടു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കീ ടേംസ് കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. അതായത് ഈ കീ ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ instead of writing the summary of the work or about the author, you can include such terms. അല്ലെ, അങ്ങനത്തെ കുറേ ടേംസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ കുറച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പൊ എങ്ങനെ ഓരോ ആൻസർ എഴുതുമ്പോഴും ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഏരിയ നമ്മൾ കുറച്ച് ട്രസ്റ്റ് ഏരിയാസ് പറയും. അപ്പൊ ആ ഏരിയ വെച്ചിട്ട് നമുക്ക് ആ ഒരു പേപ്പർ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യാതെ, എന്ന് വെച്ചാൽ ഹാർഡ് വർക്കിനെക്കാളും കൂടുതൽ നമുക്ക് എന്താ ഇപ്പോ പറയുന്നത് സ്മാർട്ട് വർക്ക് ആണ് ഇമ്പോർട്ടന്റ് എന്നാണ് പറയുക അല്ലെ. അപ്പൊ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എങ്ങനെ ഈ പേപ്പർ കീഴടക്കാം, ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എങ്ങനെ കീഴടക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം അതിന് മുമ്പ് നമ്മൾ ഈ ഒരു മാപ്പ് ഒന്ന് പഠിച്ചിരിക്കണം. അതായത് നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദിസ് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എമർജ് അല്ലെ, ആ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എമർജ് ചെയ്യാനുള്ള ദ കോണ്ടെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ കണ്ടോ പച്ച ചുവപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ കംപ്ലീറ്റ് ഒരു പർപ്പിൾ അല്ലോ, ഒരു മെറൂൺ ആ ഒരു ചെങ്കൽ കളറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തെ ക്ലിയർ അല്ല എന്നാലും കൊടുത്തിട്ടുണ്ട്. കോളനൈസേഴ്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് കളറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് വി ഹാവ് ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെ. ഈ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്ന കാര്യം നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പല പല യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്ന കൺട്രീസ് എല്ലാം പലയിടത്ത് അവരുടെ കോളനീസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ പോയി അവർ ആദ്യം എന്താ പറയാ അവർ ട്രേഡ് ഒക്കെ നടത്തി, പിന്നെ അത് ആ ഒരു ഭരണമേ അവരങ്ങ് പിടിച്ചെടുത്തു അല്ലെ. അങ്ങനെ ആരെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവര് എന്താ പറയാ അവരുടെ രാജ്യത്തേക്ക് അവരെ അവിടെ നിന്ന് കിട്ടിയ റോ മെറ്റീരിയൽസും കാര്യങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി. നമുക്കറിയാല്ലേ, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലും നമ്മുടെ തേക്കും അങ്ങനെയുള്ള വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ അവര് കടത്തിക്കൊണ്ടുപോയി. അപ്പൊ ബാക്കിയുള്ള മിച്ചമുള്ളതാണ് നമുക്കിപ്പോ ഉള്ളത്. അപ്പൊ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ആ ഒരു കൊളോണിയലിസം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലേക്ക് വരാനായിട്ട്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് നമ്മൾ പറയുക. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ പല ഭാഗങ്ങളിലായിട്ട് ഇവരുടെ കോളനീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ എംപയർ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. അതേസമയം യുഎസിന്റെ ഭാഗം, അമേരിക്കയുടെ ഭാഗങ്ങളിലുണ്ട് അല്ലെ, ആഫ്രിക്കയുടെ ഭാഗങ്ങളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിടത്ത് രാത്രിയാണെങ്കിൽ മറ്റൊരിടത്ത് പകലായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ഈ പറയുന്ന യുണൈറ്റഡ് കിങ്ഡംസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എംപയറിനെ നമ്മൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലെ, പല ഭാഗത്ത് ബ്ലൂ കളറിൽ ഫ്രാൻസിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതായത് കൂടുതലും ആഫ്രിക്കൻ കൺട്രീസ് ആണ് ഫ്രാൻസിന്റെ ഈ പറയുന്ന കോളനീസ് ആയിട്ടുള്ളത്. ഇന്ത്യയിലും വന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ പുതുച്ചേരി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പോണ്ടിച്ചേരിയിലൊക്കെ ഫ്രഞ്ച് പീപ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഇംഗ്ലീഷ് പീപ്പിൾ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ബ്രിട്ടീഷ് എംപയർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്? അവരെ കർണാട്ടിക് യുദ്ധമൊക്കെ നടത്തി അവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ പിന്നെ ഡച്ചുകാരുണ്ടായിരുന്നു. ഡച്ചുകാരെ ആണെങ്കിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ മാർത്താണ്ഡവർമ്മ കുളച്ചിൽ യുദ്ധത്തിലൂടെ ഡച്ചുകാരെ ഇവിടെ നിന്ന് ഓടിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർ, പല കോളനൈസേഴ്സ് വന്നിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ആദ്യം വന്നത് വാസ്കോ ഡി ഗാമയാണ്. 1647 ആ ഒരു ടൈമിൽ ആണ് വാസ്കോ ഡി ഗാമ കേരളത്തില് കാപ്പാടെത്തുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് പലരും ഈ പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോണ്ടിനെന്റ് ഇവിടെ ഉണ്ട്, ഈ ഒരു ഭാഗം ഉണ്ട്, ഇവിടെയൊക്കെ അന്വേഷിച്ച് വരുന്നതും. അതിനുശേഷം ഒരുപാട് ശേഷമാണ് ഇവരൊക്കെ ഡച്ചും പോർച്ചുഗീസും ഒക്കെ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ഇംഗ്ലീഷ് പീപ്പിൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങോട്ട് വരുന്നതും ട്രേഡ് നടത്തുന്നതും. പിന്നെ അവര് നമ്മുടെ ഒരു കോളനി ആക്കി മാറ്റുന്നതും അവരുടെ സാമ്രാജ്യത്തിന്റെ എക്സ്റ്റൻഷൻ ആക്കി മാറ്റാനൊക്കെ ശ്രമിക്കുന്നതും. ഓക്കെ,
അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ഇറ്റ് എമർജ് ആഫ്റ്റർ കോളനൈസേഴ്സ് ലെഫ്റ്റ് അല്ലെ, കോളനൈസേഴ്സ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുള്ള ലിറ്ററേച്ചർ എമർജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ അകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് നമുക്ക് അപ്പൊ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമുക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. അതൊക്കെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചോണം. ഈ ഒരു പേപ്പർ എഴുതുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും, പിന്നെ കോളനൈസേഴ്സ് ആ ഒരു റെസിലിയൻസ്, അതായത് ഉയർത്തെഴുന്നേൽപ്പ്, അതായത് ഈ കോളനൈസേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോളനൈസ് പീപ്പിളിന്റെ അവരുടെ തിരിച്ചുള്ള അവരുടെ റെസ്പോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട്. അപ്പൊ ഈ ഐഡന്റിറ്റി ക്രൈസിസ് പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്ന് അവർ മാറേണ്ടി വരാറുണ്ട് അല്ലെ, ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഒക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഐഡന്റിറ്റി ക്രൈസിസ് പറഞ്ഞു, പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഇഷ്യൂസ് പറഞ്ഞു, കൾച്ചറിന്റേതായ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, പല ഇൻഗ്രീഡിയൻസ് ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വളരെ എളുപ്പമാണ്. ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ പോലെ തന്നെ ജെൻഡർ സ്റ്റഡീസ്, പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ഒക്കെ എഴുതാനായിട്ട് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് കീ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററിലും ഇതുപോലുള്ള കീ ടേംസ്, ഇതുപോലുള്ള കുറുക്ക് വഴികളും കുറേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ ഒരു പേപ്പറിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. ആ ടേംസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ കണ്ടോ, ഇത്രയും ടേംസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ ഓർത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ പേപ്പർ നമ്മൾ ഈ പഠിക്കാനുള്ള എല്ലാ പേപ്പറിലെയും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഈ ടേംസ് എന്താണ്, ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ ഒക്കെ നമുക്ക് സൂപ്പർ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കൊളോണിയലിസം. ഇപ്പൊ കൊളോണിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഇമ്പീരിയൽ എക്സ്പാൻഷൻ ഓഫ് യൂറോപ്പ് അല്ലെ, imperial expansion of Europe into the rest of the world during the last 400 years. കഴിഞ്ഞ 400 വർഷക്കാലമായിട്ട് ഈ പറയുന്ന യൂറോപ്പിന്റെ എക്സ്പാൻഷനെയാണ് ഈ പറയുന്ന കോളനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഒരു ഇമ്പീരിയൽ എക്സ്പാൻഷൻ, അവരുടെ ഒരു എംപയറിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്, യൂറോപ്യൻ എംപയറിന്റെ എക്സ്പാൻഷനെയാണ് ഈ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പൊ പോസ്റ്റ് കൊളോണിയലിസം എന്തായിരിക്കും? അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ അല്ലെ. പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ദ എഫക്ട് ഓഫ് കൊളോണിയലിസം ഓൺ കൾച്ചർ ആൻഡ് സൊസൈറ്റി. കൾച്ചറിലും സൊസൈറ്റിയിലും ഈ കൊളോണിസം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അതാണ് ആ ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പോസ്റ്റ് കൊളോണിസം എഫക്റ്റ് മാത്രം പഠിച്ചാൽ മതിയോ? അപ്പൊ അത് എഫക്റ്റ് മാത്രമല്ല, ഇവിടെ എന്താ പറയാ, ഇവര് എന്താ പറയാ, ഈ പറയുന്ന കൊളോണിയൽ പീപ്പിൾ ദേ കൺസിഡർ ദ കോളനൈസ്ഡ് പീപ്പിൾ ആസ് തേർഡ് വേൾഡ് പീപ്പിൾ. തേർഡ് വേൾഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ പല വർക്കിൽ ഇതിന് ഈ തേർഡ് വേൾഡ് എന്നുള്ള ഒരു നെയിം, ആ ഒരു ടേം ഒക്കെ വരും. അപ്പൊ തേർഡ് വേൾഡ് ആയിട്ടാണ് ഇവര് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഇവിടെ നമ്മൾ ദ എഫക്ട് ഓഫ് കൊളോണിയലിസം മാത്രമല്ല പഠിക്കുന്നത്, ദ റെസ്പോൺസ് അല്ലെ, ഹൗ ദീസ് പീപ്പിൾ, ദ കോളനൈസ്ഡ് പീപ്പിൾ റെസ്പോണ്ടഡ് ടു ആൻഡ് റെസിസ്റ്റഡ് ദീസ് എൻക്രോച്ച്മെന്റ്. ഈ എൻക്രോച്ച്മെന്റുകൾ, ഈ നുഴഞ്ഞുകയറ്റം എങ്ങനെ ഇവര് റെസിസ്റ്റ് ചെയ്തു, എങ്ങനെ ഇവർ റെസ്പോണ്ട് ചെയ്തു, ഈ ഒരു ഇമ്പീരിയൽ എക്സ്പാൻഷനോട് എങ്ങനെ ഈ പറഞ്ഞ കോളനൈസ് പീപ്പിൾ, അതായത് ഇന്ത്യ പോലുള്ള കോളനീസ്, അവിടുത്തെ പീപ്പിൾ, അതാണ് കോളനൈസ് പീപ്പിൾ. അപ്പൊ കോളനൈസ് പീപ്പിൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, അതാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ടേം എന്ന് പറയുന്നത് ഡയസ്പോറ. ഡയസ്പോറ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വോളണ്ടറി ഓർ എൻഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം ദെയർ നേറ്റീവ് ഹോംലാൻഡ്. നേറ്റീവ് ഹോംലാൻഡ്, അവരുടെ സ്വന്തം ലാൻഡിൽ നിന്ന് വോളണ്ടറി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അവർ സ്വന്തമായിട്ട് അവരങ്ങ് മാറ്റിപ്പോവാം. അല്ലെങ്കിൽ ഫോഴ്സ് മൈഗ്രേഷൻ ഉണ്ട്. വി ഹാവ് ഇൻസ്റ്റൻസ് ഓഫ് പാർട്ടീഷൻ അല്ലെ. പാർട്ടീഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിൽ. 1971 പാർട്ടീഷനോട് കൂടി എന്താണ്, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ, പിന്നെ ഇന്ത്യ, അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ആയി പോവുകയാണ് ആ ഒരു റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിവിഷൻ വന്നപ്പോഴത്തേക്കും സോ മെനി പീപ്പിൾ വെർ ഫോഴ്സ് ടു മൈഗ്രേറ്റ് ഫ്രം ദെയർ ഹോംലാൻഡ്. അവരുടെ ഹോംലാൻഡിൽ നിന്നും അവർ ഫോഴ്സ് ചെയ്യപ്പെട്ടു മാറാനായിട്ട്. ചിലര് വോളണ്ടറി ആയിട്ട് നമ്മൾ മാറിപ്പോയി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇൻസ്റ്റൻസ് ഉണ്ട്, അതാണ് ഡയസ്പോറ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവർക്ക് എന്താണ് ഉണ്ടാവുക? അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ ഉണ്ടായി, അതാണ് ഡയസ്പോറ. ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്നിട്ട് ഒരു പുതിയ കാറ്റഗറി ഉണ്ടായി. ഡയസ്പോറയും ഈ പറയുന്ന പോസ്റ്റ് കൊളോണിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഓക്കെ, പോസ്റ്റ് കൊളോണിസം മാത്രമല്ല, നമുക്ക് അതിലും യൂസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ,
ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹെജിമണി. ഹെജിമണി എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ഹെജിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലീഡർഷിപ്പ് ഓർ ഡോമിനൻസ് എസ്പെഷ്യലി ബൈ വൺ സ്റ്റേറ്റ് ഓർ സോഷ്യൽ ഗ്രൂപ്പ് ഓവർ അതേഴ്സ്. മറ്റുള്ളവരുടെ മേലിൽ വേറെ ചിലർക്കുള്ള ആധിപത്യം, അതാണ് ഹെജിമണി അല്ലെ. അതാണ് ഹെജിമണി എന്ന് പറയുന്നത്. പക്ഷേ ഹെജിമണി എന്നുള്ള വേർഡ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങളുടെ ആൻസർ ഷീറ്റിലൊക്കെ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതിനുശേഷം അബ്രോഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ദാറ്റ് ഈസ് ദ റിഫ്യൂസൽ ടു യൂസ് ദ ലാംഗ്വേജ് ഓഫ് ദ കോളനൈസേഴ്സ് ഇൻ എ കറക്റ്റ് ഓർ സ്റ്റാൻഡേർഡ് വേ. ഒരു സ്റ്റാൻഡേർഡ് വേയിലോ അല്ലെ കറക്റ്റ് വേയിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആകട്ടെ, നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആകട്ടെ, നമ്മുടെ നാട്ടിൽ ഈ ബ്രിട്ടീഷ് കോളനൈസേഴ്സിന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് അത് കറക്റ്റ് വേയിലല്ലാണ്ട് അവരോടുള്ള പ്രതിഷേധാത്മകമായിട്ട് എന്താ ചെയ്യുക, അവർ ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി യൂസ് ചെയ്യും. ഓക്കെ, അതാണ് അബ്രോഗേഷൻ എന്ന് പറയുന്നത്. അബ്രോഗേഷൻ നമ്മൾ ഇനി സൗത്ത് ആഫ്രിക്കയിലെ കുറച്ച് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്, ആഫ്രിക്കൻ ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് കൊളോണിയലിൽ ആഫ്രിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് ഈ അബ്രോഗേഷൻ എന്ന് പറഞ്ഞിട്ട് ടേം നമ്മൾക്ക് യൂസ്ഫുൾ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ചെറിയതായിട്ട് മാറ്റം വരുത്തി, നമ്മളിപ്പം മംഗ്ലീഷ് പറയുന്ന പോലെ മലയാളം ഇംഗ്ലീഷും കൂടി കലർത്തി മംഗ്ലീഷ് ആക്കി മാറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇവർ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്യുകയാണ്. എന്തിനാ? അവരുടെ ഒരു പ്രതിഷേധം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് അല്ലാത്ത രീതിയിൽ ആ ഒരു കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതിനെയാണ് അബ്രോഗേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വേർഡാണ്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് വൺ കൾച്ചർ അഡോപ്റ്റിംഗ് ആൻഡ് കൺഫോമിംഗ് ടു ദ എലമെന്റ്സ് ഓഫ് അനദർ കൾച്ചർ. അതായത് ഒരു കൾച്ചർ ജീവിക്കുന്ന ആൾക്കാർ മറ്റൊരു കൾച്ചറിനെ കോപ്പി ചെയ്യുക, അതാണ് അബ്രോഗേഷൻ. അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന വേർഡിന് അർത്ഥം തന്നെ കോപ്പി ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. നമ്മളിപ്പോ പ്രോജക്ട് വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ കോപ്പി ചെയ്യുന്ന അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. സോ അപ്രോപ്രിയേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പീപ്പിൾ ലിവിങ് ഇൻ വൺ കൾച്ചർ കോപ്പിങ് ദ കൾച്ചർ ഓഫ് അനദർ പീപ്പിൾ. മറ്റുള്ള ആൾക്കാരുടെ കൾച്ചർ കോപ്പി ചെയ്യുക, അതിനാണ് അപ്രോപ്രിയേഷൻ എന്ന് ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ നമുക്ക് ഈ ഒരു വേർഡിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് മെറ്റാ നറേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ടേം നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പൊ ആ മെറ്റാ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേരാണ് ഗ്രാൻഡ് നറേറ്റീവ് അല്ലെങ്കിൽ മാസ്റ്റർ നറേറ്റീവ്സ് എന്നൊക്കെ പറയും. ഗ്രാൻഡ് നറേറ്റീവ്സ് അല്ലെങ്കിൽ മാസ്റ്റർ നറേറ്റീവ്സ് എന്നൊക്കെയാണ് ഈ പറഞ്ഞ മെറ്റാ നറേറ്റീവിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ സോ ഇറ്റ് ഈസ് ദി a large cultural story that seek to explain within its border at all the little local narratives. Local narratives എല്ലാത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കെൽപ്പുള്ള ഒരു ഗ്രാൻഡ് നറേറ്റീവ് ഉണ്ട്. സോ എല്ലാ കൾച്ചറിലും ആ ഒരു ഗ്രാൻഡ് നറേറ്റീവ്സ് ഉണ്ട്, നമുക്കും ഉണ്ട് അല്ലെ. ഗ്രാൻഡ് നറേറ്റീവ്സ് ഒക്കെ ഒരുപാടുണ്ട്. സോ അതിനെയാണ് ഗ്രാൻഡ് നറേറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ മിമിക്രി എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഹോമി ബാബ എന്ന് പറഞ്ഞിട്ടൊരു ഒരു എന്താ തിയറീസ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കിന്റെ കോയിൻ ചെയ്ത ടേമാണ് മിമിക്രി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഹൗ ദ കോളനൈസ്ഡ് അഡാപ്റ്റ് ദ കൾച്ചർ ഓഫ് ദ കോളനൈസർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ അപ്രോപ്രിയേഷൻ പോലെ തന്നെയാണ് മിമിക്രി എന്ന് പറയുന്നത്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ബട്ട് ഓൾവേസ് ചേഞ്ച് ഇറ്റ് ഇൻ ആൻ ഇമ്പോർട്ടൻറ്റ് വേസ്. അവർ കോപ്പി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ചെറിയ ചേഞ്ചസും അതിന് വരുത്തുന്നുണ്ട് അല്ലെ. നമ്മൾ ചില കൾച്ചർ വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലെ. നമ്മൾ തന്നെ എങ്ങനെയാണ് വെസ്റ്റേൺ കൾച്ചർ, നമ്മുടെ ആ ഒരു ഡ്രസ്സിങ്ങിലാണെങ്കിലും നമ്മുടെ സ്റ്റൈലിലാണെങ്കിലും എല്ലാം നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എന്താണ്, നമ്മൾ കുറച്ച് നമ്മളുടേതായ എത്തനിക് ആയിട്ടുള്ള നമ്മുടെ എത്തനിക് ഗ്രൂപ്പിന്റെ കുറച്ച് ഐഡന്റിറ്റി കൂടി അതിൽ മിക്സ് ചെയ്ത് വെസ്റ്റും ഈസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ പറഞ്ഞ മിമിക്രി എന്ന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇനി അടുത്തത് ഓറിയന്റലിസം. ഓറിയന്റലിസം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓരോ വ്യക്തിനെ ഓർക്കുക, എഡ്വേർഡ് സൈഡ്. ഓക്കെ, അപ്പൊ സോ ഇത് എഡ്വേർഡ് സൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്രിട്ടിക്, ഒരു റൈറ്റർ ആണ് പോപ്പുലറൈസ് ചെയ്തത്. എഡ്വേർഡ് സൈഡ് പോപ്പുലറൈസ് ചെയ്തൊരു വേർഡാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അത് ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതായത് ഇത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെപിക്ഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് ദ ഈസ്റ്റ്. ഈ ഈസ്റ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡെപിക്ട് ചെയ്യുന്നത് ബൈ വെസ്റ്റേൺ പീപ്പിൾ. അപ്പൊ ഇവിടെ സെയ്ദ് പറയുന്ന ഇവർക്ക് വേറൊരു ടേം കൊടുക്കുന്നുണ്ട്. അതായത് ഈസ്റ്റ് അല്ലെങ്കിൽ കോളനൈസ് ചെയ്യപ്പെട്ട പീപ്പിൾ, അവരെ അദ്ദേഹം വിളിച്ചത് ഓറിയന്റ് എന്നാണ്, ഓറിയന്റ്. പിന്നെ ഈ പറയുന്ന കോളനൈസേഴ്സിനെ വിളിച്ചത് എന്താണ്, ഓക്സിഡൻസ് എന്ന് പറയും. OCCIDENT, ഓക്സിഡൻസ് എന്ന് പറയും. അപ്പൊ സോ ഈ പറയുന്ന ഓക്സിഡൻസ് എങ്ങനെയാണ് ഈസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഓറിയന്റലിസം എന്ന് പറഞ്ഞ ഐഡിയ കൊണ്ട് പറയുന്നത്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ depiction and characterization of the East, that is the Orient, by the West, that is the Occident. Okay, അപ്പൊ സോ ഈ ഓക്സിഡൻസ്, ഈ പറഞ്ഞ വെസ്റ്റേൺ പീപ്പിളിന്റെ കണ്ണിൽ നിന്ന് നമ്മൾ ഈസ്റ്റേൺ പീപ്പിളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോളനൈസ് പീപ്പിളിന്റെ സ്റ്റോറി എഴുതുമ്പോഴത്തേക്കിനും എങ്ങനെയാണ്
അവർ നമ്മളെന്താ ബാർബറീസ് ആയിട്ട് അൺകൾച്ചേർഡ് ആയിട്ടുള്ള പീപ്പിൾ ആയിട്ടാണ് അവർ എഴുതുക അല്ലെ. അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ഹിസ്റ്ററിയിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി എഴുതുമ്പോഴും ഹിസ്റ്ററി ആരാണ് നമ്മൾ എഴുതുന്ന ഹിസ്റ്ററിയും അതേസമയം നമ്മളെ പറ്റി ഈ പറഞ്ഞ ഇംഗ്ലീഷ് പീപ്പിൾ ഇന്ത്യനെ പറ്റി എഴുതുന്ന ഹിസ്റ്ററിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലെ, നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെർസ്പെക്റ്റീവില് ശരിക്കും അവര് എപ്പോഴും എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളാണ് ആദ്യം എഴുതുക അല്ലെ, അവരുടെ കാര്യങ്ങളാണ് എഴുതുക. അല്ലെങ്കിൽ അവർ നമ്മളെ എങ്ങനെ നന്നാക്കി എടുത്തു എന്നൊക്കെയുള്ള അല്ലെ, വൈറ്റ് മാൻസ് ബേർഡൻ എന്നാണ് നമ്മൾ പറ്റിയിട്ട് അവർ പറയുന്നത് തന്നെ. നമ്മൾ അവർക്കൊരു ബേർഡൻ, അവരുടെ ബേർഡൻ ആണ് നമ്മളെ സിവിലൈസ് ചെയ്തെടുക്കുക. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ സിവിലൈസ് ചെയ്തെടുക്കുക എന്നുള്ളത് വൈറ്റ് പീപ്പിളിന്റെ ഒരു കർത്തവ്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊക്കെ അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ സോ ഇവിടെ നമ്മൾ ഓറിയന്റലിസം ആണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് ഇതിന്റെ അകത്ത് പഠിക്കണം, സബാൾട്ടേൺ. സബാൾട്ടേൺ എന്ന് പറയുന്നത് അതായത് ദ ലോവർ അല്ലെങ്കിൽ ഈ കോളനൈസ്ഡ് ക്ലാസ്സസ് who have little access to their own means of expression. Okay, അപ്പൊ സോ ദ ലോവർ ഓർ കോളനൈസ്ഡ് ക്ലാസ്സസ്, അപ്പൊ ഈ പറയുന്ന ലോവർ അല്ലെങ്കിൽ കോളനൈസ്ഡ് ക്ലാസ്സസിനെയാണ് ഈ സബാൾട്ടേൺസ് എന്ന് പറയുന്നത് അല്ലെ. ഈ മാർജിനൈസ്ഡ് പീപ്പിൾ, മാർജിനൈസ്ഡ് പീപ്പിളിനെയാണ് സബാൾട്ടേൺ പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വോൾഡിംഗ് എന്ന് പറയും. വോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് എ പേഴ്സൺ, ഫാമിലി ഓർ കൾച്ചർ ഓർ പീപ്പിൾ ഈസ് ബ്രോട്ട് ഇൻ ടു ദ ഡോമിനന്റ് യൂറോസെൻട്രിക് അല്ലെങ്കിൽ വെസ്റ്റേൺ ഗ്ലോബൽ സൊസൈറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ പീപ്പിൾ ഒരു കമ്മ്യൂണിറ്റി മൊത്തത്തില് എന്താ പറയാ ഈ യൂറോപ്യൻ കൾച്ചറിലേക്ക് മാറ്റപ്പെടുക, അതിനെയാണ് ഈ പറയുന്ന വേൾഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. വേൾഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ശരിക്കും മിമിക്രി അല്ല, അത് മാറി ഇപ്പൊ വേൾഡിംഗ് ആണ്. നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് വി ആർ ട്രാൻസ്ഫോമിംഗ് ടു ദ കൾച്ചർ ഓഫ് ദ ഗ്ലോബൽ സൊസൈറ്റി ഓർ വെസ്റ്റേൺ ഓർ യൂറോസെൻട്രിക് സൊസൈറ്റി. ക്ലിയർ ആണോ? അപ്പൊ ഈ ടേംസ് എല്ലാം യൂസ്ഫുൾ ആണ്. ഇത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വേണം. ഈ ടേംസ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ യൂസ് ചെയ്താൽ പോരാ, ഈ ടേംസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് കോളോണിയൽ ലിറ്ററേച്ചറിലെ ആൻസേഴ്സ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താ പറയാ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ഈ ടേംസ് നിങ്ങൾ എഴുതി വെക്കുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വഴിയില്ല, അതുകൊണ്ട് ഇതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് പവർ ആൻഡ് ഐഡന്റിറ്റി. പവർ ആൻഡ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇറ്റ് talks about the relationship between the colonizers and the colonized. Okay, the relationship, the power relationship between colonizers and colonized, and the identity crisis which emerged after it. അല്ലെ, ഈ കോളനൈസേഴ്സും കോളനൈസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു ഐഡന്റിറ്റി ക്രൈസിസും അല്ലെങ്കിൽ കൊളോണിയൽ റൂളിന്റെ സമയത്തായിക്കോട്ടെ, ആഫ്റ്റർ കോളനൈസേഷൻ ഓൾസോ ദർ വിൽ ബി ഐഡന്റിറ്റി ക്രൈസിസ്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആൻഡ് ലിബറേഷൻ. നമുക്കറിയാം ഫ്രീഡം മൂവ്മെന്റ്, ഫ്രീഡം ഫൈറ്റ് മൂവ്മെന്റ് ഒക്കെ നമുക്കറിയാം, ഫ്രീഡം ഫൈറ്റ് ഒക്കെ അറിയാം അല്ലെ. അപ്പൊ സോ ഇവിടെ എന്താ പറയാ പോസ്റ്റ് കൊളോണിയലിസം ഹൈലൈറ്റ്സ് ദ റെസിസ്റ്റൻസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ അല്ലെ. പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് അതിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്? ദ റെസിസ്റ്റൻസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് കൊളോണിയൽ റൂൾ ആൻഡ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. നമുക്ക് അതിനകത്ത് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ കോളനൈസ്ഡ് പീപ്പിളിന്റെ വോയിസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം. പിന്നെ കൾച്ചറൽ ഹൈബ്രിഡിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ കൂടി ഉണ്ട്, അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഉണ്ട്, കൾച്ചറൽ ഹൈബ്രിഡിറ്റി ഉണ്ട്. അതായത് ദ ബ്ലെൻഡിങ് ആൻഡ് ക്ലാഷിംഗ് ഓഫ് കൾച്ചർ റിസൾട്ടിങ് ഫ്രം കോളനൈസേഷൻ. കോളനൈസേഷന്റെ ഭാഗമായിട്ട് ആ ഒരു ബ്ലെൻഡിങ് ലീഡിങ് ടു ഹൈബ്രിഡ് ഐഡന്റിറ്റി, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? സങ്കരയിനം എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം മിക്സ് ചെയ്ത് ഒരു പുതിയത് ഉണ്ടാകുക. സോ ഹൈബ്രിഡ് കൾച്ചേഴ്സ് ഉണ്ടാകാറുണ്ട്. അതായത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസിലൂടെ ഈ പറയുന്ന ഈസ്റ്റേൺ കൾച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ഓക്കെ, ആൻഡ് ദ ന്യൂ ജനറേഷൻ വിൽ ബി എ ഹൈബ്രിഡ് ജനറേഷൻ. ഒരു പുതിയ ജനറേഷൻ വരുന്ന എന്താണ്? അവര് എന്താ പറയാ അവരുടെ ഈ പറയുന്ന എത്നിക്, അവരുടെ ആ ഒരു സ്വന്തം കൾച്ചറിന്റെ ഐഡിയാസിനേക്കാളും കൂടുതൽ മറ്റേ വെസ്റ്റേൺ കൾച്ചറും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ഹൈബ്രിഡ് കൾച്ചർ, നമ്മൾക്ക് ഒരു ഹൈബ്രിഡ് കൾച്ചർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മൾ മലയാളികളാണോന്ന് ചോദിച്ചാൽ മലയാളികളാണ്, പക്ഷെ നമ്മൾ കൂടുതലും റിലൈ ചെയ്യുന്ന എന്തിലാണ്? വെസ്റ്റേൺ കൾച്ചറിലാണ് അല്ലെ. വെസ്റ്റേൺ കൾച്ചറിലാണ് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഫോൺ എല്ലാത്തിനും നമ്മൾ എന്താ പറയാ ആ ഒരു വെസ്റ്റേൺ കൾച്ചറിലാണ് അല്ലെങ്കിൽ വെസ്റ്റേൺ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രസ്സിങ് സ്റ്റൈലിലും ചെറിയൊരു ഹൈബ്രിഡ് കൾച്ചറാണ് അല്ലെ. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഡ്രസ്സിംഗ് ആണോ, ഡ്രസ്സിംഗ് സ്റ്റൈൽ ആണോ, നമ്മുടെ കൾച്ചറിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലാണോ നമ്മൾ ചെയ്യുക? അല്ല, നമ്മളൊരു ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഹൈബ്രിഡിറ്റി, കൾച്ചറൽ ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സോ ഇത്രയും ടേംസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ
ടോപ്പിക്കിലേക്ക് പോവാം. അതായത് നമ്മുടെ പേപ്പറിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്സിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ സോ ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. So in this paper we have 4 blocks. Block 1, it deals with novel. Okay, novel ആണ് ഇതിന്റെ അകത്തുള്ളത്. We have Nadine Gordimer's July's People. ആ ഒരു നോവൽ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ നേരത്തെ കണ്ട കുറെ ടേംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്കിനെ അനലൈസ് ചെയ്യാനുണ്ട്. പിന്നെ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതാണ് ബ്ലോക്ക് 2. അവിടെ നമുക്ക് ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ പെടുന്ന ഷോർട്ട് സ്റ്റോറീസ് പഠിക്കാനുണ്ട്. പിന്നെ ബ്ലോക്ക് 3 പോയട്രി ആണ്. അതിൽ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ ആണ്, കുറച്ച് പോയട്രി ഉണ്ട്. പിന്നെ ബ്ലോക്ക് 4 ഡ്രാമ, നോവൽ, എല്ലാ ജോണേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ സോ ബ്ലോക്ക് 4 ഡ്രാമ പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യയിലുള്ള വിജയ് ടെണ്ടുൽക്കറിന്റെ ഗശറാം കത്വാൽ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമയാണ് പഠിക്കാനുള്ളത്. അപ്പൊ സോ നമുക്കറിയാം ഇത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ അല്ലേ. അപ്പൊ പോസ്റ്റ് കൊളോണിയൽ എലമെന്റ്സ് നമ്മൾ നേരത്തെ കണ്ട കുറെ എലമെന്റ്സ് വരുന്ന ആ പറയുന്ന ടേംസ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കുറെ ടേംസ് കണ്ടു, ഈ ഒരു ടേംസ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പൊ ഇതിനെ ഈ ഒരു ടേംസ് വെച്ചൊക്കെ നമ്മൾ ആ ഒരു ടേംസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് വേണം ഓരോ പേപ്പർ നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ സോ നമുക്ക് ആദ്യം തന്നെ ബ്ലോക്ക് 1 പോവുകയാണെങ്കിൽ ഇവിടെ നദൈൻ ഗോർണിമറിന്റെ ജൂലൈസ് പീപ്പിൾ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നദൈൻ ഗോർണിമർ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ ആണ്. അപ്പൊ സോ ഷീ ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ്. ആന്റി അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ റേഷ്യൽ സെഗ്രിഗേഷൻ കാണിക്കുന്നതിനാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പാർത്തൈഡ്. അപ്പൊ സോ ആന്റി അപ്പാർത്തൈഡ് അഗെയിൻസ്റ്റ് ദാറ്റ് സെഗ്രിഗേഷൻ. സോ ആ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ആ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് ആന്റി അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. സോ ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റിന്റെ ഒരു മെമ്പർ കൂടിയായിരുന്നു. So we can say that July's People, Nadine Gordimer, she was a member of anti-apartheid movement, and her works, most of her works dealt with racial discrimination. Racial discrimination വെച്ചിട്ടാണ് കൂടുതൽ വർക്ക്സും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സോ ഇവിടെ നമുക്ക് ഇവിടെ എന്താ പറയാ, ഈ യൂണിറ്റ് 1 ഇതിന്റെ അകത്ത് യൂണിറ്റ് we have 4 units ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ അതിന്റെ അകത്ത് യൂണിറ്റ് 1 വിൽ ബി ഡീലിംഗ് വിത്ത് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അപ്പൊ സോ ഈ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, അവരുടെ ഹിസ്റ്ററി, ഇതെല്ലാം നമ്മൾ ആ യൂണിറ്റ് 1 നമ്മൾ ഡീൽ ചെയ്യും. അതായത് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ ഈ വർക്ക്സിനെ പ്ലേസ് ചെയ്യാനായിട്ട്. ആ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ ഈ നോവലിനെ പ്ലേസ് ചെയ്യുക. അപ്പൊ ആ ഒരു സെറ്റിംഗ് ആണ് യൂണിറ്റ് 1 നമ്മൾ പറയാം. അപ്പൊ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ആവശ്യമാണ് അല്ലെ. ഒരു വർക്കിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നേരെ ആ വർക്കിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് വർക്ക് അല്ലെ. ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദാറ്റ് വർക്ക് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടി ഒരു ഒതന്റിക് ആയിട്ടുള്ള ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി അടുത്തത് യൂണിറ്റ് 2 അനാലിസിസ് ഓഫ് ടെക്സ്റ്റ്, ജൂലൈസ് പീപ്പിൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. ഇനി യൂണിറ്റ് 3 സോഷ്യൽ കോൺഫിഗറേഷൻ, അതായത് പവർ സ്ട്രക്ചർ അല്ലെ, ഈ പറയുന്ന എന്താ പറയുക സെറ്റിംഗ് ഓഫ് ദ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിന്റെ സെറ്റിംഗ് തന്നെയാണ് യൂണിറ്റ് 3 പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 4 ജെൻഡറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഡബിൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്, അതാണ് വിമൻ എന്ന് പറയുന്നത് ഡബിൾ മാർജിനലൈസ്ഡ് ആണ്. ഓൾറെഡി ദേ ആർ കോളനൈസ്ഡ് പീപ്പിൾ. ആ കോളനൈസ്ഡ് പീപ്പിളിന്റെ അകത്ത് വിമന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദേ ആർ ഡബിളി മാർജിനലൈസ്ഡ് അല്ലെ, ഡബിൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. സോ ജെൻഡർ ഇഷ്യൂസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ട് ജെൻഡർ ഇവിടെ ജൂലൈസ് പീപ്പിളിന്റെ അത് ജെൻഡർ ഇഷ്യൂസ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ജെൻഡറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ജൂലൈസ് പീപ്പിളിൽ ജെൻഡർ കൺസേൺസ് ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബ്ലോക്ക് 1. വളരെ ഈസി അല്ലേ. ആ ഒരു ജൂലൈസ് പീപ്പിളും നമ്മൾ പഠിച്ച ടേംസും പക്ഷെ കീ ടേംസ് വെച്ച് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ. ഇതിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ പ്രത്യേകത, നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചോദിക്കുന്നു നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് അറിയാം, കുറച്ച് ടേംസ് അറിയാം, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അറിയാം, ആ വർക്ക് അറിയാമെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ആ ഓരോ വർക്ക് പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ടേംസ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോവാം. ഷോർട്ട് സ്റ്റോറി സെക്ഷൻ എന്ന് പറയുമ്പോൾ, ഷോർട്ട് സ്റ്റോറി, നോവൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് സ്റ്റോറി തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് അറിയാലോ. അപ്പൊ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 4 യൂണിറ്റിൽ നമുക്ക് പല ഷോർട്ട് സ്റ്റോറീസ് പഠിക്കാനുണ്ട്. 3 സെക്ഷൻ ആയിട്ടുണ്ട് ഷോർട്ട് സ്റ്റോറീസ്. അതിൽ യൂണിറ്റ് 1 ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോസ്റ്റ് കൊളോണിയൽ ഷോർട്ട് സ്റ്റോറിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവും. ആ ഒരു എങ്ങനെ നമ്മൾ നോവലിനെ പ്ലേസ് ചെയ്ത പോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിൽ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബിസി ഹെഡിന്റെ ദ കളക്ടർ ഓഫ് ട്രഷേഴ്സ്
പഠിക്കാനുണ്ട്, കളക്ടർ ഓഫ് ട്രഷേഴ്സ്. അപ്പൊ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഈ പറഞ്ഞ ഓതറിന്റെ ബയോ ഉൾപ്പെടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ ഇതിൽ പഠിക്കും. ഈ ഒരു യൂണിറ്റ് 2 നമ്മൾ ബെസ്സി ഹെഡിന്റെ ദ കളക്ടർ ഓഫ് ട്രഷേഴ്സ് പഠിക്കും. ഓക്കെ, ഒരു ചെറിയൊരു ഇൻട്രോ ചെയ്തതിന് ഓരോന്നിനും വർക്കിനും കൊടുക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ സോ ബെസ്സി ഹെഡിന്റെ ദ കളക്ടർ ഓഫ് ട്രഷർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് വിമൻ ഹു ഈസ് ഓൾ ആർ ദെയർ ഇൻ പ്രിസൺ. പ്രിസണിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വിമനെ പറ്റിയിട്ടാണ് ഇത് ഒരു വർക്കിൽ പറയുന്നത്. സോ ഓൾ ഓഫ് ദം ആർ സെന്റൻസ് ഫോർ കില്ലിംഗ് ദെയർ ഹസ്ബൻഡ്, അല്ലെ, അവരുടെ ഹസ്ബൻഡിനെ കൊന്നതിന് അവർ എല്ലാരെയും ജയിലിലിട്ടിരിക്കുക. അപ്പൊ അത് നമുക്കറിയാം ജെൻഡർ ഇഷ്യൂ ആണ്, ജെൻഡർ പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത്. ഡബിൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജെൻഡർ അല്ലെങ്കിൽ വിമന്റെ പ്രോബ്ലം ആണ് ഇവിടെ ഈ ഒരു വർക്കിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കാം യൂണിറ്റ് 3 അമ അറ്റ എയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്ററിന്റെ ദ ഗേൾ ഹൂ ക്യാൻ എന്ന് പറഞ്ഞിട്ട് വർക്കാണ്. ദ ഗേൾ ഹൂ ക്യാൻ, ഇവിടെയും ശരിക്കും പറഞ്ഞാൽ വിമന്റെ ഇഷ്യൂസ് ആണ്. ഓക്കെ, പ്രോബ്ലം ഓഫ് വിമൻ, വിമന്റെ പ്രോബ്ലം ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സോ അതാണ് യൂണിറ്റ് 3 അമ അറ്റ ഐദോ എന്ന് പറയുന്നത്. പിന്നെ ഗ്രേസ് ഒഗോട്ടിന്റെ ഗ്രീൻ ലീവ്സ് ഉണ്ട്. ഗ്രീൻ ലീവ്സിൽ ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഓക്കെ, ഇതിൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് തീം എന്ന് പറയുന്നത്, ഐഡന്റിറ്റി ക്രൈസിസ്. അപ്പൊ സോ ഇത്രയും വർക്ക്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 2 ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് ബ്ലോക്ക് 3 പോയാലോ. ബ്ലോക്ക് 3 പോയട്രി ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പോയട്രി. അപ്പൊ ഇവിടെ യൂണിറ്റ് 1 we will be dealing with the post-colonial poetry in general. അതിന് ജനറൽ ആയിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും പോസ്റ്റ് കൊളോണിയൽ പോയട്രീനെ പറ്റിയിട്ട്. അപ്പൊ സോ ആ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് പോയിന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും. അപ്പൊ ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കും. അതിനുശേഷം യൂണിറ്റ് 2 we have Pablo Neruda's Tonight I Can Write and The Way Spain Was by The Way Spain Was. ഈ 2 വർക്ക്സ് ഉണ്ട്. അപ്പൊ ചിലിയുടെ സെനേറ്റർ ആണെന്നൊക്കെ നമുക്കറിയാം, ഫോമർ സെനേറ്റർ ഓഫ് ചിലി ആണ് ഈ പറഞ്ഞ പാബ്ലോ നെരൂദ, അത് നമുക്ക് കാര്യമൊക്കെ അറിയാം. പിന്നെ നോബൽ പ്രൈസ് വിന്നർ ആണ്, 1971 നോബൽ പ്രൈസ് വിന്നർ ആണ് ഈ പറഞ്ഞ പാബ്ലോ നെരൂദ. അപ്പൊ നെരൂദയുടെ ഈ വർക്ക്സ് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോ ചിലി വാസ് ഓൾസോ അണ്ടർ കൊളോണിയൽ റൂളിലായിരുന്നു. അപ്പൊ സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക്സ് ആണ്. പിന്നെ ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ് ദ സാഡസ്റ്റ്, അപ്പൊ അതിൽ നിന്നുള്ള ലൈനൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയാ, നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറെ ലൈൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതിലാണ് ഡിനൈ മൈ ബ്രെഡ് എയർ ലൈറ്റ് സ്പ്രിംഗ് ബട്ട് നെവർ യുവർ ലാഫ്റ്റർ ഫോർ ഐ വുഡ് ഡൈ. അപ്പൊ സോ ഇതൊക്കെ എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ വരുന്ന ലൈൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ലൈൻസ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എന്താ പറയാ, കാണേണ്ട പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പോയട്രി, പക്ഷേ എന്നാലും ഈ ലൈൻസ് ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെ ഒരു സുഖകരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സോ ഈ യൂണിറ്റ് 2 പാബ്ലോ നെരൂദയുടെ 2 വർക്ക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, 2 പോയം ആണുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കരീബിയൻ റൈറ്റർ ആയിട്ടുള്ള ഡെറക് വാൾക്കോട്ടിന്റെ വർക്കാണ് പഠിക്കാനുള്ളത്. സോ ഡെറക് വാൾക്കോട്ടിന്റെ ഒരു കോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വർക്കാണ്. ഐ റീഡ്, ഐ ട്രാവൽ ആൻഡ് ഐ ബിഗ്. സോ നമ്മൾ ട്രാവൽ ചെയ്തും നമ്മൾ റീഡ് ചെയ്തും ഉണ്ടാകുന്ന നമ്മളാണ് ശരിക്കുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ നിന്നാണ് നമ്മൾ നമ്മളായിട്ട് മാറുന്നത്, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഡെറക് വാൾക്കോട്ട് ഐ റീഡ്, ഐ ട്രാവൽ, ഐ ബിക്കം. സോ അദ്ദേഹത്തിന്റെ 1-2 വർക്ക്സ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇവിടെ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക, പിന്നെ നെയിംസ്, ഈ 2 വർക്ക്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഷോർട്ട് പോയിംസ് ആണ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയിംസ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് പ്രഗ്നന്റ് വിത്ത് ഐഡിയാസ്. ഭയങ്കര ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു 2 പോയിംസ് ആണ് ഈ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്കയും നെയിംസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഡേവിഡ് മെലോവിന്റെ റിവോൾവിംഗ് ഡേയ്സ് ആൻഡ് വൈൽഡ് ലെമൺ, ഈ 2 വർക്ക്സ് നമുക്ക് പഠിക്കാനുണ്ട്. റിവോൾവിംഗ് ഡേയ്സ് ആൻഡ് വൈൽഡ് ലെമൺ, ഇത് 2 പഠിക്കാനുണ്ട്. അപ്പൊ സോ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷോർട്ട് ആയിട്ടുള്ള പോയിംസ് ആണ്. ഇതെല്ലാം ചെറിയ പോയിംസ് ആണ്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള പോയിംസ് ഒന്നും അല്ല. പക്ഷെ ഇതുപോലെ ഈ പറയുന്ന ലൈൻസ് പോലെയൊക്കെ നമുക്ക് ഓർത്തിരിക്കാനും നമുക്കത് ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ലൈൻസ് ഉള്ള പോയിംസ് ആണ് ഇതെല്ലാം. ഓക്കെ, ഭയങ്കര രസമാണ്, ഇത് പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തത് ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ ഡ്രാമയാണ്. വിജയ് ടെണ്ടുൽക്കർസ് ഗഷിറാം കോട്ട്വാൾ ആണ് നമ്മുടെ പ്രൈമറി ടെക്സ്റ്റിന്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് യൂണിറ്റ് 1 നമ്മൾ പോയട്രിയും ഷോർട്ട് സ്റ്റോറിയൊക്കെ പഠിച്ചപ്പോ ആ ഒരു സെറ്റിംഗ് നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്തല്ലോ, അതുപോലെ ഇവിടെ നമുക്കൊരു സ്റ്റേജ് സെറ്റ് ചെയ്യണം. അതാണ് തിയേറ്റർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സോ ആ ഒരു എന്താ പറയാ
മോഡേൺ ഇന്ത്യൻ തിയേറ്ററിനെ പറ്റിയിട്ടും എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ തിയേറ്ററിനെ പറ്റിയിട്ടും ഒക്കെയുള്ള കുറേ പോയിന്റ്സ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 പഠിക്കും. ആ പോയിന്റ്സിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ അടുത്ത 2 യൂണിറ്റ്സിനെ അനലൈസ് ചെയ്യാനും അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനും. അപ്പൊ സോ യൂണിറ്റ് 2 നമ്മൾ ഗഷറാം കൊത്വാൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്രാമ നമുക്ക് പഠിക്കാനുണ്ട്. യൂട്യൂബിലൊക്കെ ഇതിന്റെ കുറെ വീഡിയോസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിലും ഹിന്ദിയിലാണ്. കാണാൻ പറ്റുവാണെങ്കിൽ കണ്ടാലും നല്ലതായിരിക്കും. നമുക്ക് മനസ്സിൽ ആ ഒരു പിക്ചർ കിടക്കുമല്ലോ. അപ്പൊ ആ മനസ്സിൽ ആ പിക്ചർ കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി യൂണിറ്റ് 3 ഇതിന്റെ അകത്ത് പ്ലോട്ടും ടെക്നിക്കും ഈ ഒരു ഗഷറാം കൊത്വാൾ എന്ന് പറഞ്ഞ വർക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലോട്ടും ടെക്നിക്കും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. യൂണിറ്റ് 4 തീം ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഇതിന്റെ അകത്ത് ക്യാരക്ടർ സ്കെച്ച് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജെയിൻ ഗോഡിമാന്റെ ആണെങ്കിലും ഈ പറയുന്ന ഗഷറാം കൊത്വാൾ ഈ വർക്കിന്റെ ആണെങ്കിലും ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്യാരക്ടറൈസേഷൻ, പിന്നെ തീം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. നമ്മൾ സെക്കൻഡ് സ്ലൈഡിൽ ഓൾറെഡി നമ്മൾ തീം ഒക്കെ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തീം എടുത്ത് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അല്ലെ. ഈ പറയുന്ന ഐഡന്റിറ്റി ക്രൈസിസ്, അതുപോലുള്ള ഹൈബ്രിഡിറ്റി, കൾച്ചറൽ ഹൈബ്രിഡിറ്റി, മിമിക്രി, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ തീംസ് എടുത്ത് ഇതിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ ഒരു പേപ്പറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡീൽ ചെയ്യും. ഓരോ വർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യും. അതുകൂടാതെ നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യും. അതിന്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ലൈഡും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എക്സാമിന് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊച്ചു കൊച്ചു പോയിന്റ്സ് ആയിട്ട് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തായിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് പോവുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.